ഹാപ്പി ബർത്ത്ഡേ. എന്താ ഒരു സെക്കൻഡേ, അമ്പൃത് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറയാം അമ്പു. ഗുഡ് ബൈ. ഒന്നും കൂടി അടുത്തുന്നു. വെരി ഗുഡ്. പോട്ടെ. ഓക്കെ, ഗുഡ് ബൈ. വെരി ഗുഡ്. സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത് അമ്പ്രുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അമ്പ്രുവിൻ്റെ ബർത്ത്ഡേ ആണ് September 8. ഒരുപാട് നാളായി ഞാനൊരു വീഡിയോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട്. ആകെ തിരക്കായിരുന്നു, അമ്പ്രുവിനും വയ്യാണ്ടായി, അങ്ങനെ വിട്ടുപോയതാണ് സത്യം പറഞ്ഞാൽ. അമ്രുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ വെച്ചിരുന്ന പ്ലാനായിരുന്നു ബുർജ് ഖലീഫിൻ്റെ ടോപ്പിൽ പോകണം. വെറുതെ അവിടെ വെച്ചിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് കേക്ക് കട്ട് ചെയ്യാനോ അതിനൊന്നും പെർമിഷൻ ഇല്ല. പക്ഷെ നല്ല രസമായിരുന്നു. ഈ ലിഫ്റ്റ് ഭയങ്കര സംഭവമാണെന്ന് അവിടുത്തെ ചേട്ടൻ പറഞ്ഞായിരുന്നു. എത്രയോ 36 km/h ആണ് ഈ ലിഫ്റ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റ് 1 minute കൊണ്ടാണ് 124ാമത്തെ നിലയിലെത്തിയത്. ആ ചേട്ടൻ കറക്റ്റ് 1 minute എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. ശരിക്കും ചെവിയൊക്കെ ഇങ്ങനെ പ്രഷർ കാരണം അടഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു. അമ്പ്രുവിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ടോ, നമ്മൾ വീഡിയോ എടുത്തത് കറക്റ്റ് 60 seconds കൊണ്ട് തന്നെ 124th ഫ്ലോറിൽ എത്തിയായിരുന്നു. ലിഫ്റ്റ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ബാൽക്കണി വ്യൂയിലോട്ടാണ്. അവിടെ ഭയങ്കര എന്താ പറയുക, നമ്മുടെ കാലിൻ്റെ ചോട്ടുന്നൊക്കെ എന്തോ പോലെ തോന്നും നമുക്ക്, അത്രയ്ക്കും ഹൈറ്റ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ എടുത്ത സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 10:30 സ്ലോട്ടായിരുന്നു. റെസിഡൻസിന് എന്തോ ഓഫർ ഉണ്ടായിരുന്നു 99 dirhams. പിന്നെ എൻ്റെ അമ്മ റെസിഡൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അറൗണ്ട് 160-170 എന്തോ ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ, മെട്രോ ആണ് പോകുന്നത്. അമ്പ്രുവിന് അതൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ സമാധാനിച്ചിരുത്തി. കാരണം അവന് പ്രത്യേകിച്ച് ഭയങ്കര എൻ്റർടൈൻ ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയം നല്ല രസമായിരുന്നു കേട്ടോ. ഇത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോയിൻസ് ഉണ്ട്, ഗോൾഡൻ കളർ. അതിൽ കാണുന്ന പിക്ചേഴ്സ് ഉണ്ട്, ബുർജ് ഖലീഫ അറ്റ് ദ ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ 10 dirhams പേ ചെയ്തിട്ട് ഈ സാധനം, ഈ വീൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ആ കോയിനിൽ ഈ കാണുന്ന പിക്ചേഴ്സ് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത് അത് ഇതുപോലെ ഇംപ്രിൻ്റ് ആയിട്ട് വരും. അത് സെലക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, ഒരു റെഡ് കളർ ആരോ മാർക്ക് ആ പിക്ചറിൻ്റെ അവിടേക്ക്. അമ്പ്രു വേറെന്തോ സാധനമാണെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ എടുത്ത് നോക്കിയാൽ പിന്നെ മനസ്സിലായി ഇതാണ്. അത് ഇഷ്ടമാകാത്തതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഇട്ടിട്ട് പോയി അവൻ. ഇതാണ് സംഭവം നമ്മളെടുത്തത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുകളത്തെ എടുത്തത്, പക്ഷെ ഇതാ കിട്ടിയത്. കണ്ടോ, ആ ആരോമാർക്ക് നിൽക്കുന്ന കണ്ടോ. ഇനി 125th ഫ്ലോറിലേക്ക് ക്ലൈംബ് ചെയ്യണം. അത് സ്റ്റെയർ വഴി തന്നെ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ ലിഫ്റ്റ് ഉണ്ടോ എന്നുള്ളത്, ഇല്ലാന്ന് തോന്നുന്നു. ആ ലൈറ്റ് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല, മൊത്തം എന്താ പറയുക, അടിപൊളി വ്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. പക്ഷെ ഇത്രയും പൈസക്ക് വേർത്താണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ബാൽക്കണി കേട്ടോ താഴെ. അപ്പം ഇത്രയും പൈസക്ക് വേർത്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡൗട്ടാണ്. പക്ഷെ ഉള്ളിലുള്ള സംഭവം മൊത്തം സെറ്റപ്പാണ്. പിന്നെ അവിടെ മൊത്തം ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള കുറച്ച് സ്പോട്ട്സ് ഉണ്ടായിരുന്നു. ഈ വരുന്നത് ചെസ് നമ്പർ 1 ഷോ. ഇനി ഞാൻ എൻ്റെ ഡ്രസ്സ് വാങ്ങിയത് ഷീനിൽ നിന്നാണ്. ഒരു ഡ്രാക്കുള വൈബൊക്കെ ഇല്ലേ, ഇത് ചെസ് നമ്പർ 2 ഷോ. ഇതിനകത്ത് കയറുമ്പോൾ തൊട്ട് 2005 ബുർജ് ഖലീഫിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പ്രോഗ്രസ് ചെയ്യുന്നതൊക്കെയും അവരവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തന്നെ എൻ്റെ അമ്മേനെക്കാട്ടിലും ഹൈറ്റിലാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സമയം മൊത്തത്തിൽ നല്ല രസമായിരുന്നു. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ വിസിറ്റ് ചെയ്യാൻ കൊള്ളാമെന്ന് പറയാം. രണ്ടാമത്തെ വട്ടം ഇതിന് വേണ്ടി അങ്ങോട്ട് പോവാന്ന് പറയുന്നതൊന്നും അത്രയ്ക്ക് വേർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അമ്രുവിന് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ നമ്മൾ പൊടി പിടിച്ചു.